നമസ്കാരം. മഴക്കാലം ഗർഭിണികളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഈ സമയത്ത് നല്ല ശ്രദ്ധയും പരിചരണവും ഒക്കെ അത്യാവശ്യമാണ്. മഴക്കാലത്ത് ദാഹം പൊതുവെ കുറവായിരിക്കും. എങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 ലിറ്റർ ശുദ്ധീകരിച്ചതോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയതോ ആയിട്ടുള്ള വെള്ളം കുടിക്കുക. വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷന്, അതുപോലെ ഡീഹൈഡ്രേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ, അതായത് തലവേദന, തലകറക്കം, ഓക്കാനം, ക്ഷീണം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കുന്നതാവും നല്ലത്. ഗർഭിണികൾ ഈ സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആഗ്രഹമൊക്കെ പറയാറുണ്ട്. പക്ഷെ മഴക്കാലത്ത് ഇതത്ര ആരോഗ്യകരമല്ല. പിന്നെ ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ നന്നായി കഴുകി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഈ സമയത്ത് ദഹനം വളരെ സാവധാനമായിരിക്കും. അതുകൊണ്ട് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തണുപ്പടിച്ച ഗർഭിണികൾക്ക് ഈ മസിൽ ക്രാംസ്, കോച്ചിപ്പിടുത്തമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടിനകത്തും ചെരുപ്പോ സോക്സോ ഒക്കെ ഉപയോഗിക്കുക. മഴക്കാലമാണെങ്കിലും ഇവർ വിയർക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് ശുചിത്വം പാലിക്കുക. ഈ രോഗാണുക്കളെയൊക്കെ ചെറുക്കാൻ വേപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നാരങ്ങ, ഓറഞ്ച് പോലെയുള്ളവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർക്കുക. വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നനഞ്ഞ തുണികൾ വീട്ടിൽ കൂട്ടിയിടാതിരിക്കുക. വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം മാക്സിമം ഒഴിവാക്കുക. പിന്നെ കൊതുകുകൾ, പാറ്റകൾ, ഈച്ചകൾ തുടങ്ങിയ കീടങ്ങളെയൊക്കെ രാസവസ്തുക്കൾ പ്രയോഗിക്കാതെ നിയന്ത്രിക്കുക. ചെറിയ രീതിയിലുള്ള ലഘു വ്യായാമങ്ങൾ, യോഗ ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചുമ, ജലദോഷം, പനി പോലെ രോഗങ്ങളൊക്കെ ഉള്ളവർ ഗർഭിണികളുടെ അടുത്ത് പോകാതിരിക്കുക. പുറത്ത് പോകേണ്ട സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക. പിന്നെ എപ്പോഴും എമർജൻസി മെറ്റേണിറ്റി കിറ്റുകൾ തയ്യാറാക്കി വെക്കുക. പ്രസവത്തിന് വേണ്ട കാര്യങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെക്കുക.